ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെമിസ്ട്രി എക്സാം റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്ന് കയറിയുള്ളൂ. അപ്പം എനിക്ക് അത്യാവശ്യം ഒരു ആവറേജ് എക്സാം ആയിരുന്നു. കാരണം ടഫും ഉണ്ടായിരുന്നു, കുറച്ച് അറിയാവുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ഇതിന് നിങ്ങൾക്ക് അത്യാവശ്യം ഉത്തരം അറിയാവുന്നതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവമാണ്. സോ അതാണ്. ഇതെനിക്കറിയാവുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടപ്പോൾ തന്നെ കിളി പോയായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ ഓർഗാനിക് അത്യാവശ്യം നോക്കിയിട്ട് പോയായിരുന്നു. ഇൻഓർഗാനിക് ഞാൻ അത്ര അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓർഗാനിക് ആയിരുന്നു കാരണം സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതെനിക്കറിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ തട്ടിക്കൂട്ടിലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് എങ്ങനെയാണ് CU2+CU എൻ്റെ ഒരു സാധനം കൂടെ തന്നിരുന്നെങ്കിൽ നമുക്കതങ്ങനെ ആ സെൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ അറിയാമായിരുന്നു. ബട്ട് ഇതൊക്കെ ഞാൻ തട്ടിക്കൂട്ടി എഴുതി വെക്കണമായിരുന്നു കേട്ടോ. കാരണം ഒന്ന് ചെയ്യണമല്ലോ എഴുതണമല്ലോ എന്ന് വിചാരിച്ച് എഴുതി വെച്ചായിരുന്നു. എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. കാരണം എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ രണ്ട് വാല്യൂ വെച്ച് ഇത് ഏത് ഇക്വേഷനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചുമ്മാ തട്ടിക്കൂട്ടി ഇൻഡു ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഠിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മൊത്തം മറന്നുപോയി. പിന്നെ ഹാഫ് ലൈഫിൻ്റെ ഈ സാധനം ഞാൻ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പായിരുന്നു കേട്ടോ നോക്കിയിരുന്നു. അപ്പോൾ ഇതെനിക്കറിയായിരുന്നു. പിന്നെ എനിക്കറിയാവുന്നത് NaOH ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടായിരുന്നു പോയത്. പിന്നെ ഇതും എനിക്കറിയായിരുന്നു. ബട്ട് ഇതിന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഇത് ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ എവിടെയാണോ കണ്ടിട്ട് പോലില്ല. പക്ഷേ ഇനി ഇത് പഠിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പം ഞാനാണെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ് കണ്ടിട്ടായിരുന്നു ഞാൻ ഓർഗാനിക് പഠിച്ചത്. മാധവ് സാറിൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ്സായിരുന്നു. അതുകൊണ്ട് ഓർഗാനിക്, അതായത് ആ നെയിമിംഗ് റിയാക്ഷൻ കേട്ടോ, നെയിമിംഗ് റിയാക്ഷൻ അടിപൊളിയായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എജ്യുവാലറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു ന്യൂമെറിക്കിൽ. പിന്നെ എജ്യുപോർട്ടിൻ്റെ വീഡിയോ കണ്ടിരുന്നു ഞാൻ. പിന്നെ എക്സാമിനറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. ഞാൻ എല്ലാവരുടെയും വീഡിയോ കണ്ടിട്ടായിരുന്നു കേട്ടോ പോയത്. അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് ഞാൻ ഏത് ക്ലാസ്സാണ് കണ്ടതെന്ന് ചോദിക്കണ്ട. സോ ഞാൻ എല്ലാവരുടെയും ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്യൂഷന് പോകുന്നുണ്ടോ എന്ന്. ഞാൻ ട്യൂഷൻ ഒന്നിനും ഞാൻ ട്യൂഷന് പോകുന്നില്ല. ഈ യൂട്യൂബാണ് ആകെയുള്ള എൻ്റെ ആശ്രയം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലല്ലേ. പിന്നെ കുറച്ച് നേരം എങ്ങനെയുള്ളൂ ട്യൂഷനൊക്കെ പോണത്. പിന്നെ ഇതെനിക്കറിയായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഫസ്റ്റ് ടൈം തൊട്ട് നമ്മൾ പഠിക്കണമായിരുന്നു. സോ അതറിയായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ അത്യാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ലാന്തനോയിഡ് ഇത് ഞാൻ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേ പഠിച്ചതാണ് കേട്ടോ. ഇത് അന്ന് ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് അക്കാഡമിക് സ്റ്റാർട്ടാക്കുന്ന സമയത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. D&F പഠിച്ചപ്പോൾ തന്നെ. അതിനുശേഷം അത്യാവശ്യം അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് റിവൈസ് ആക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ വിട്ടതായിരുന്നു കേട്ടോ. ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ എക്സാമിന് തൊട്ട് കയറുന്നതിന് മുന്നേ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇൻഓർഗാനിക് എല്ലാം ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ സാധനമാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അവിടെ തട്ടിക്കൂട്ടി എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇത് നമ്മുടെ ഫിംഗൽസ്റ്റീൻ ഇല്ലേ, മറ്റേ മാധവ് സാർ നമ്മുടെ നായ്ക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് NaI ആണ് ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ ആൽക്കഹോളിക് AH ആൽഫ ബീറ്റ ചെയിൻ്റെ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാനറിയാം, പക്ഷെ അത് എങ്ങനെയത് കറക്റ്റ് എഴുതി വരേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ അക്വസ് KOH വരുവാണെങ്കിൽ ഈ CLൻ്റെ അവിടെ OH വരും, അതെനിക്കറിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മറ്റേ സ്റ്റെറിക് എഫക്റ്റ്, പിന്നെ +I എഫക്റ്റ്, ആ സാധനമായിരുന്നു കേട്ടോ. ഇത് ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആനിലീൻ. ഇത് ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇത് ഞാൻ പഠിച്ചിട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ ആകെ മറന്നുപോയി. ആകെപ്പാടെ മറന്നുപോയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ നോർത്ത് എഴുതി സാക്രൈഡ് ആയിരിക്കും, മറ്റേ മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്, പോളിസാക്രൈഡ്. അത് പിന്നെ ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ട്. പക്ഷേ ബാക്കി ഈ സ്യൂട്ടബിൾ എക്സാമ്പിളും ബിഹേവിയർ അതൊന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത് വാൻ ഹോഫ് ഫാക്ടറൊക്കെ ചോദിക്കുമെന്ന് പോലും നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അത്. പിന്നെ ഞാനിത് എന്തോ π=2 എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്.
ക്വാഡ്രാഷസിലോ ഞാൻ പഠിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. ഇതിനൊക്കെ ഞാൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി എന്നാന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും അല്ല ആൻസർ സത്യം പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ടഫായിരുന്നു. പഠിച്ച കുറച്ചൊക്കെ ഞാൻ മറന്നുപോയി, പിന്നെ കുറേയൊക്കെ പഠിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ഞാൻ ടെട്രാഹെഡ്രൽ എന്നൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രക്ചറൽ ഫോമില ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് സ്ക്വയറിനകത്ത് TiH2O6 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തെറ്റാണ് അറിയാം, ബട്ട് എനിക്കറിയത്തില്ല. നമ്മുടെ ഉദ്ദേശം A+ ആയിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി എന്താ പറയുക ഒരിതുണ്ടായിരുന്നു, കെമിസ്ട്രി ഇമ്മാതിരി ആയിരിക്കും. പിന്നെ ഞാനിത് DD എന്നൊക്കെ എഴുതി വെച്ചിട്ട് കളറിന് കണ്ടപ്പോഴാണ് DD ട്രാൻസിഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അറ്റൻഡ് ചെയ്തേ ഇല്ല. ഇതൊക്കെ എങ്ങനെയാണോ എന്തോ. പിന്നെ ഇത് നമ്മൾ പഠിച്ചിട്ടായിരിക്കില്ല പോയത്. ഇത് ഞാൻ പഠിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പിന്നെ കുറച്ചൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടൊരു ആവറേജ് മാർക്കേ ഉണ്ടാവുള്ളൂ. A+ പ്രതീക്ഷിച്ച് ഫുൾ മാർക്ക് പ്രതീക്ഷിച്ച് എല്ലാ ക്ലാസ്സും കണ്ട് പഠിച്ചിട്ട് പോയതാണ്. ബട്ട് ഗൈസ് കുറച്ചും കൂടി ഇവർക്ക് ഈസി ആക്കായിരുന്നു. നല്ല വിഷമമുണ്ട്. കഷ്ടപ്പെട്ട് അത്രയും പഠിച്ചിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ നല്ല വിഷമമുണ്ടായിരുന്നു. അതുമാത്രമല്ല ഗൈസ്, എനിക്ക് ഈ എക്സാമിന് പോണതിന് തൊട്ട് മുമ്പ് ഒട്ടും വയ്യായിരുന്നു. കിടന്നൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണേലും എക്സാം സമയത്താണെങ്കിൽ എനിക്ക് നല്ല നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് കൂട്ടിയെന്ന് വേണേൽ പറയാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രം പോവാതെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്, ബട്ട് സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റ. ഇനിയും കുറേ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റ.